എൻ്റെ അവന് അവിടെ അത്ര ആളുണ്ട്, അപ്പൊ പിന്നെ അവിടെ പറയേണ്ട കാര്യമില്ല. പുലി ഇറങ്ങുന്ന സമയം എന്നൊക്കെ ഇവര് പറയുന്നുണ്ടോ? ഉള്ളതാണോ? എവിടെ? അവിടെയൊക്കെ പുലിയുണ്ടോ? ഗസ്റ്റുകളൊക്കെ വരുമ്പോ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഇതാണ്. നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. ഉപ്പ് ഞാൻ നേരത്തെ തേച്ച് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ മുമ്പ് തേച്ച് വെച്ചാൽ വളരെ എളുപ്പമായി. ഒന്നുമില്ല, ഇതിനെ കണ്ടിച്ചിടുക പാത്രത്തിലേക്ക്. ചട്ടി ഇങ്ങനെ മൺചട്ടി വേണം. ബ്രോ പേരെങ്ങനെ? പേര് ഷാബു. 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 ആ, കൊള്ളാം. നിങ്ങളാണ് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നേ? നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കറികളുണ്ട്. നമ്മൾ രാവിലെ പിടിച്ച മീൻ ഫ്രൈ. ഇത് ഈ അരി വ്യത്യാസം ഉണ്ടല്ലോ, ഇതെന്തെങ്ങനെ? തമിഴ്നാട് പൊന്നി. തമിഴ്നാട് പൊന്നി. ഓ, പൊന്നിരി അല്ലേ? വളരെ സന്തോഷമായിട്ടുണ്ട്. അതെ, എനിക്ക് ഉടലെ മതി. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. മീൻകറിയൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സീതാർകുണ്ട്. നെല്ലിയാമ്പതിയുടെ ഒരു താഴ്വശമാണ് ഈ സീതാർകുണ്ട് എന്ന് പറയുന്നത്. ഒരു ചെറിയ വെള്ളച്ചാട്ടവും അരുവിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് ഇവിടുത്തെ മുഹമ്മദക്കാരുടെ അളിയൻ പറഞ്ഞു. അളിയനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം കുറച്ച് തിരക്കാണ്, ജോലി തിരക്കാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വൈകിട്ട് സീതാർകുണ്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നൈറ്റും എന്തൊക്കെയോ പ്ലാനും പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സീതാർകുണ്ട് പോകാം. അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇറങ്ങണമല്ലോ. അപ്പോൾ അതിൻ്റെ തോർത്തും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ റൂമിൽ പോയി നമ്മളും തോർത്തും അതോടൊപ്പം കുളിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നേരെ ഈ സീതാർകുണ്ടിലേക്ക് പോകുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം പറയാം. നമ്മളങ്ങനെ റെഡിയായി പോകാനായിട്ട്. നമ്മുടെ വണ്ടിക്കല്ല പോകുന്നത്, വേറെ വണ്ടിക്കാണ് പോകുന്നത്. ഇവിടെ ഒരു മഹേന്ദ്രയുടെ ഒരു വണ്ടിയുണ്ട്, അതിനാണ് പോകുന്നത്. സാറൊക്കെ കയറിയിരിപ്പുണ്ട്. സാറ് പോവല്ലേ? അതെ, നമ്മൾ നേരെ സീതാർകുണ്ടല്ലേ? സീതാർകുണ്ട്. സന്തോഷമായിട്ട് ഉഷാറല്ലേ? ഓക്കെ, പിന്നെ അല്ലാണ്ട്. നമ്മളങ്ങനെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. കാരണം പാലക്കാടിന്റെ മനോഹാരിതയെ കാത്തു സൂക്ഷിക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മാവിൻ തോട്ടങ്ങളും നമ്മളുൾപ്പെടെ എല്ലാവരുടെയും കണ്ണിന് കുളിർമയേകുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് വയലിന് നടുവിലൂടെ വാഹനത്തിലുള്ള ഡ്രൈവാണ്. നോക്കത്താ ദൂരത്ത് കൃഷി ചെയ്തിരിക്കുന്ന നെൽപ്പാടങ്ങളും പകൽ മുഴുവൻ വെളിച്ചം നൽകിയ സൂര്യന്റെ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പും കണ്ടുകൊണ്ടാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള നമ്മുടെ യാത്ര. നമ്മളങ്ങനെ സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വാട്ടർഫോൾസിൻ്റെ അടുത്ത്. ഇനി കുറച്ച് നടന്നു പോകണം അല്ലേ?
എന്നാണ് അവർ പറയുന്നത്. കറക്റ്റ് അറിയില്ല, കുറച്ച് നടന്നു പോകണം. നമ്മുടെ കൂടെ 2 സുഹൃത്തുക്കളോടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നടന്ന് പതുക്കെ മുകളിലേക്ക് കയറാം. അപ്പോൾ അവിടെ പോയിട്ട് ചെറുതായിട്ട് കുളിക്കാനുള്ള പരിപാടിക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ കുളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ബാക്കി പറയാം. അത് നെല്ലിയാമ്പതിയുടെ മലനിരകളാണ്. നമ്മൾ നാളെ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മുകളിലാണ്. അതിന് മുകളിൽ നമ്മൾ നാളെ പോയില്ലേ? നാളെ പോകാൻ ഉദ്ദേശിക്കുന്നത് സൂയിസൈഡ് പോയിന്റ്. അവിടുന്ന് ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ആള് വീണിട്ട് നേരെ ഇവിടെ സീതാർകുണ്ട് താഴെ വെള്ളച്ചാട്ടം ബോഡി എടുത്തതല്ലേ. പീസായിട്ട് ഒന്നും കിട്ടും വലിയ പല ഇതിലാ പോകുന്നത്. പിന്നെ ഇങ്ങനെ അവിടെ പല വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കായി കിടക്കും ചിലപ്പോൾ. ആര് കയറും ഈ മല കൂടെ? അതിന് മറ്റേ ഇവര് വരുമ്പോൾ വന്നിട്ട് അവര് വന്നിട്ട് പിന്നെ ഇവിടത്തെ തന്നെ അല്ലാത്ത കുറച്ച് ആളുകളുണ്ട് ഇതിനു വേണ്ടി ഇറങ്ങുന്ന ടീമുകള്. അവര് കയറിയിട്ടാണ് ബോഡി എടുക്കുന്നതൊക്കെ. ഈ കാട്ടിനിടയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടതാ ഒരു വലിയ പാടാ. മൃഗങ്ങളുള്ള കാടാണോ? എല്ലാ മൃഗങ്ങളുണ്ട്, ഉണ്ടല്ലേ? ഒക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും. പോയാലോ? എത്രയും പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞേ. ആനയും പുലിയൊക്കെ ഇറങ്ങുന്നു. ചാൻസ് ഉണ്ടല്ലേ? അല്ല, ചാൻസ് ഉള്ളതല്ല, മിക്കപ്പോഴും ഉണ്ട്. എന്റെ പറഞ്ഞേ 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ ഇറങ്ങും. എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കേട്ടപ്പോഴേ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നായി. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയില്ലെങ്കിൽ അതെ അതെ അതെ, സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്നവരില്ല. അത് ശരിയാ. പുലിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. ഒരു പുലിയെ നേരിട്ട് കണ്ടിട്ടില്ലേ? അതെന്നെ നോക്കിയാ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് നടക്ക് സാറ് നടക്കുന്നുണ്ടല്ലോ. കണ്ടിട്ടില്ലേതാ? കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം. പുലികൾ. അയ്യോ, ഒരു പുലികളാണ്. 5 മണിയായി. മലയടി വാരം ആയോണ്ടേ പെട്ടെന്ന് ഇരുട്ടും. ഓക്കെ. വരാൻ തുടങ്ങി. അതെ, അപ്പൊ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം നമുക്ക്. ഇപ്പൊ തന്നെ തണുപ്പ് കുറച്ച്. ഇനിയിപ്പോ വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല സുഖമായിരിക്കും. എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയാ? വൈശാഖ്. വീട് ഓക്കെ, താങ്ക് യു. ഞങ്ങള് ട്രിവാൻഡ്രം. ബീബ്രോ സ്റ്റോറേഷൻ പേര്. ഹായ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. പേര് പറ. രതീഷ്. ഇവിടെ തന്നെയാ വീട്? കൊഴിഞ്ഞാമ്പാറ. ശരി. ഓക്കെ.
വെള്ളമൊക്കെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ കുളിച്ചിട്ട് തിരിച്ചു പോകണം. ഒരുപാട് താമസിക്കാനായിട്ട് സാധിക്കില്ല, കാരണം ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് നേരം നിൽക്കണ്ട, പെട്ടെന്ന് കുളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എല്ലാവരും പതുക്കെ റെഡി ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കും ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. നല്ല തണുപ്പായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇവിടം വരെയൊക്കെ വന്നിട്ട് ഈ കാട്ടിലൊക്കെ കുളിക്കാതെ പോയാൽ മോശമല്ലേ? സാറേ എങ്ങനെയുണ്ട്, വെള്ളത്തിൽ തണുപ്പുണ്ടോ? തണുത്ത് വിറയ്ക്കുന്നു. എല്ലാവരും പതുക്കെ ഇറങ്ങി, ഞാനും പതുക്കെ ഇറങ്ങാം. നല്ല തണുപ്പാ, നല്ല തണുപ്പാ. അതല്ലേ? ആഹാ, എന്നാ പതുക്കെ ഇറങ്ങാം. എന്നാ നീക്ക്, ഞാൻ പുറകെ വരാം. സന്തോഷേട്ടാ. ഏയ് ഓക്കെ ഓക്കെ. അപ്പൊ ഞാനെന്താ വരാം, വരുവാണേ. ഓ എന്തൊരു തണുപ്പാ എൻ്റെ അപ്പോ. ഒരു രക്ഷയില്ല, തണുപ്പ് കൂടുതലാണ്. ഓ നല്ല വെള്ളച്ചാട്ടം, സീതാർകുണ്ട്. ഓ സന്തോഷേട്ടനൊക്കെ ഭയങ്കര സന്തോഷം. നല്ല അടിപൊളിയല്ലേ ആ ചെറിയ വെള്ളച്ചാട്ടവും അല്ലേ? നല്ല സുഖമുള്ളൊരു തണുപ്പും. എന്നാ പതുക്കെ കുളിച്ച് ഇറക്കും. ഇനി സമയം കളണ്ട, പുലി ഇറങ്ങും, പുലി. അപ്പൊ ഇനി പതുക്കെ മുങ്ങട്ടെ. കൂടെ ക്യാമറയും മുങ്ങട്ടെ. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഇവിടെയാണ് കുളിച്ചത്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? എല്ലാവർക്കും കുളിക്കാം, അധികം ആഴമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കുളിക്കാനായിട്ട് സാധിക്കും. കേട്ടോ, അങ്ങോട്ട് പോകാതിരിക്കുക. പരമാവധി വെള്ളം വീഴുന്ന സ്ഥലത്ത് അവിടെ എപ്പോഴും ആഴം കാണും. ഈ ഒരു പരിധി വരെ നമുക്ക് ഏകദേശം നടന്നു പോകുമ്പോൾ അറിയാം ആഴം കൂടുന്നത്. നമുക്ക് അവിടെ നിന്നിട്ട് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് കുളിച്ചിട്ട് തിരിച്ചു പോരുക. അപകടങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് പരമാവധി ഇറങ്ങാതിരിക്കുക. അത് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു വൈബ്, നല്ലൊരു ഫീലായിരുന്നു. ഒരു കുളിയൊക്കെ പാസ്സാക്കി. എന്തായാലും നമുക്കിനി കുളിച്ച് കയറാം. കുളിച്ച് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നിങ്ങളൊക്കെ ഇവിടെ വന്ന് കുളിക്കാറുണ്ടോ ഇടയ്ക്കൊക്കെ? നല്ല തണുപ്പല്ലേ? ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് എല്ലാ വഴിയും അറിയാം. കൊള്ളാം. ഓക്കെ. അല്ല, നമ്മളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ അറിയാൻ മേലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ട് പോകും നല്ലതാണ്. അവിടുത്തെ ആ സ്ഥലത്തെ ആരെങ്കിലും അപ്പോൾ അപകടങ്ങൾ പരമാവധി ഒഴിവാകും. വഴുക്കും. നോക്കിപ്പോ. നല്ല രസമാട്ടോ ഇതിലൂടെയൊക്കെ നടക്കാനായിട്ട്, നല്ല ഭംഗി. എന്ത് രസം നോക്കിയേ, അടിപൊളിയല്ലേ? നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലമാണ്, ഒരു രക്ഷയില്ല, ഇടില സ്ഥലം. വള്ളികളൊക്കെ തൂങ്ങിക്കിടക്കുന്ന മരത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. തൊട്ട് സൈഡിലായിട്ട് പാറയും തൊട്ട് താഴെയായിട്ട് വെള്ളവും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണിയും കിട്ടും, വെള്ളത്തിലേക്ക് പോകും. നമ്മുടെ കൂടെ വന്ന സുഹൃത്ത് കൂടി വരാ മനു, നമ്മുടെ കൂടെ വന്നതാണ് നമ്മളെ വഴികാട്ടി. ചാടിയല്ലേ? ഓക്കെ, ചാടിയോ. കൂട്. അയ്യോ പൊളിച്ച്. അവിടെ ആളുണ്ടോ? നല്ല ആളുമല്ലേ? ആളുണ്ടോ അവിടെ? നല്ല ആളാണ്, എന്നെങ്കിൽ പോരാ. ആള് കണ്ട നിൽക്കണ്ട, പതുക്കെ പോരുക, സേഫ് ആയിരിക്കും എപ്പോഴും. അവിടെ ആളുണ്ടോ? അത്ര ആളുണ്ടല്ലേ? എൻ്റെ അവന് അവിടെ അത്ര ആളുണ്ട്. അപ്പൊ പിന്നെ അവിടെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ലേ നല്ലുണ്ടോ? കൈ ഉണ്ടോ? നല്ല ആഴമുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്ത് എത്രമാത്രം ആഴമുണ്ടെന്ന് കൂട്ടിക്കണം. അങ്ങോട്ടൊന്നും പോകാനേ പാടില്ല. ഇവിടുത്തെ ആഴം കണ്ടില്ലായിരുന്നോ? നല്ല ആഴമാണ്. ഇവിടെ ഉണ്ടല്ലോ ആണ്ട് വയ്യന്മാർ മരിച്ചെന്നാരുണ്ട് പറഞ്ഞിട്ട്. കഴിഞ്ഞ ആഴ്ച മരിച്ചു. വെള്ളത്തിൽ പോയോ? എന്ത് പറ്റിയത്? കാലൊഴുകി വീണതാ. അപ്പൊ അവനെങ്ങനെ അതിലേ കയറി വന്നോ? അതല്ലേ? എന്തൊരു കഷ്ടമെന്ന് പറ.
നിങ്ങളൊക്കെ എവിടെയുള്ളവരാ? എറണാകുളത്തുള്ളവരാ? ആഹാ, കൊള്ളാലോ. ചേച്ചി എല്ലാവരും എറണാകുളാ? മോളുടെ പേരെന്താ? മോളാണല്ലോ എന്നെ ആദ്യം കണ്ടുപിടിച്ചേ. അതെ അല്ലേ? പേര് പറ. ഋത്തിക. എത്രയല്ല പഠിക്കുന്നേ? 7-ല്. ചേട്ടൻ്റെ പേര്? പ്രഭു. ചേച്ചിയുടെ പേര്? ബിന്ദു. അവിടെ നിൽക്കുന്ന ചേട്ടൻ്റെ ചേച്ചിയുടെ പേരോ? ബിജു. അഭിരാമി. ഓക്കെ. എത്ര പഠിക്കണോ? MBBS പഠിക്കണം. ഓക്കെ ഓക്കെ. വെള്ളച്ചാട്ടം കാണുമെന്നാ? ഓക്കെ ഓക്കെ. അധികം നേരം നിൽക്കണ്ട, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞേ. ആനയും പുലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ആ അല്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരെ, സമയം കളയണ്ട. ഇല്ല, നീ തൊട്ട് നാട് തന്നെ. ശരി, എന്നാ കാണാം. കണ്ടാലും പരിചയപ്പെട്ടില്ല, സന്തോഷം. ഓക്കെ. പുലി ഇറങ്ങുന്ന സമയം എന്നൊക്കെ ഇവര് പറയുന്നുണ്ടോ? ഉള്ളതാണോ? എവിടെ? അവിടെയൊക്കെ പുലിയുണ്ടോ? ഇതിന് ചുറ്റുപാട് മൊത്തം ആനകള്. അത് ശരി. വെറുതെ പറഞ്ഞതല്ല, തമാശ പറഞ്ഞല്ലേ? എന്റെ പൊന്നെ. എത്ര 6 മണി കഴിയുമ്പോൾ ആന ഇറങ്ങി തുടങ്ങുമോ? അതല്ലേ, ഇറങ്ങി തുടങ്ങും അല്ലേ? ഓക്കെ ഓക്കെ. ആൾക്കാരുടെ സൗണ്ട് അങ്ങ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും അല്ലേ? അവിടെ ആന ഇത് കണ്ണ് മൂച്ചിക്കാട്ടിനുള്ളിലൊക്കെ ഉണ്ടാവും. അതെ അല്ലേ? ആ, ഫുള്ളും ഫെൻസിങ് അടിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. താഴെ കാണുന്ന പാടങ്ങളിലൊക്കെ. അതെ അല്ലേ? കരടിയുണ്ട്. കരടിയുണ്ട്. പോരാത്തേ കരടിയുണ്ട്. പോരാത്തന്നെ കരടിയുണ്ട്. അതിന് മേലെയൊക്കെയാണ്. അതല്ലേ? മാവിന്റെ മുഖത്തടിക്കുള്ളൂ അല്ലേ കരടി? കരടി ഉപദ്രവിക്കൂടെ? ആടുകളല്ലേ? ഒറ്റയ്ക്ക് മനുഷ്യർ പോയി പെടുമ്പോഴാണ് പണി കിട്ടുന്നത്. പോകണം. അതിന് മുമ്പ് മലയിൽ 2-3 വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അത് അതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞു തരും. എന്താ സംഭവം? നിന്ന് പറ്റി ഈ വെള്ളച്ചാട്ടം. ആ, ഇവിടെ അടുത്തുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ വെള്ളം താഴേക്ക് വരില്ല. വെള്ളം അങ്ങനെ കാറ്റടിച്ച് പാറിപ്പോയിക്കൊണ്ടേയിരിക്കും ഫുൾ ടൈം. വെള്ളം വരുന്ന വെള്ളം മൊത്തം നിലത്ത് വീഴില്ല. പറന്നു പോകും. ആ കുറച്ച് ഏകദേശം കുറച്ച് മാത്രം വെള്ളം വീഴും. പിന്നെ അതാണ് അതിന് മാത്രമേ ഉള്ളൂ. പാറി അങ്ങി പാറിക്കും. പിന്നെ അത് ആ കാണുന്നത് പലകപ്പാണ്ടി വെള്ളച്ചാട്ടം. പേരെന്താ? പലകപ്പാണ്ടി വെള്ളച്ചാട്ടം. ഇത് നിന്ന് തോറ്റി, അത് പലകപ്പാണ്ടി. അത്ര ക്ലിയർ ആയില്ല. ഇപ്പൊ മഴക്കാലം അല്ലാത്തോണ്ടായിരിക്കും അല്ലേ? ഈ പലകപ്പാണ്ടി വെള്ളച്ചാട്ടം എവിടെ ചെല്ലുന്നത്? അത് നേര് പോണത് ചുള്ളിയാർ ഡാമിക്കാണ്. ചുള്ളിയാർ ഡാമിക്ക് പിന്നെ സാധാരണ പുഴയിൽ കൂടെ അത് ചുള്ളിയാർ ഡാമിൽ വെള്ളം നേര് പോകും ഗായത്രി പുഴ വഴി നേര് ഭാരതപ്പുഴയ്ക്ക്. ഇതാണ് വ്യൂ പോയിന്റ്. നെല്ലിയാമ്പതി വ്യൂ പോയിന്റ്. ഓ, മുകളിലല്ലേ? സൂസൈഡ് പോയിന്റ് പറഞ്ഞ സംഭവം പോയിന്റ് പറയുന്നത് അവിടെയാണ്. ഓ, അതിന്റെ മുകളിലല്ലേ? ഓ, അപകടങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന സ്ഥലമല്ലേ? ഓ, ശരി ശരി. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്കിനി തിരിച്ചു പോകാം അല്ലേ? അപ്പോൾ ഓക്കെ മെനു, കാണാം. ഓക്കെ, താങ്ക് യു. നമ്മൾ അങ്ങോട്ടല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കാണാം. എന്താ പഠിക്കുന്നത്? BA ഹിസ്റ്ററി. എവിടെയാണ്? ഉദയം കോളേജ്. ഓക്കെ, പൂന്നാരം. അപ്പോൾ ഓക്കെ, ഒന്നും കൂടെ താങ്ക് യു. വണ്ടിയൊക്കെ സൂക്ഷിച്ച് കേട്ടോ. ശരി ശരി, ഓക്കെ. ഇനി നമ്മളും തിരിച്ചു പോവുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തണം. അവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചെറിയ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബാർബിക്യൂ സെറ്റപ്പൊക്കെയാണ്. വിറകൊക്കെ കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. പിന്നെ പരിപാടികൾ നടക്കുന്നു. അപ്പോൾ എന്തായാലും അത് സെറ്റാകട്ടെ. നമ്മളെ പരിചയപ്പെട്ടില്ല. ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇദ്ദേഹത്തെ ഞാൻ ഫൽസിയുടെ അളിയനാണ്. മുഹമ്മദ് ഖാടെ അളിയൻ. കൃഷിയാണ്, കൃഷിയാണ്. ഞങ്ങൾ കൊല്ലങ്കോട് എന്ന് പറയും. പൊള്ളാച്ചിക്കടുത്ത് നെല്ലിയാമ്പതിയുടെ താഴ്വാരങ്ങളിലാണ്
ഞങ്ങളുടെ കൃഷിയുള്ളത്. നിങ്ങൾ നെല്ലിയാമ്പതി മുകളിൽ പോയിട്ട് സീതാർകുണ്ട് വ്യൂ എന്ന് കാണുമ്പോൾ ഒരു ചെറിയ കുടിലൊക്കെ ആയിട്ടായിട്ട് എൻ്റെ കൃഷി കാണാൻ കഴിയും. ഇവിടെ നല്ല മനോഹരമായി രാവിലെ എടുത്തല്ലോ. എടുത്തെടുത്തു. രാവിലെ തൊട്ട് ഇദ്ദേഹം നല്ല തിരക്കിലാണ്. കൃഷിക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും. രാവിലെ തൊട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. വൈകിട്ടാകുമ്പോൾ പരിചയപ്പെടാൻ നമുക്ക് വിശദമായെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടി ഇന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ അല്ലെ ഉണ്ടാക്കുന്നുണ്ട്. അത് കാര്യമില്ല, അത് എല്ലാവരും അങ്ങനെ നമുക്ക് കുറെ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ അതിഥികൾ വരുമ്പോൾ സൽക്കരിക്കുന്നു അല്ലെ, വരുന്ന സന്തോഷത്തില്. അതെ, വലിയ സന്തോഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. തീർച്ചയായും ഞാനും ഒരു ചെറിയ യാത്ര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലം വിടും. ഇപ്പൊ ഇച്ചിരി കുറവായല്ലേ കുറച്ച് അസുഖത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് വലിയ കുഴപ്പം, എന്നാലും ഹാപ്പിയാണ്. ഒരു പഴയതരം വീട്. പിന്നെ ഞങ്ങളിതെല്ലാം രാവിലെ കണ്ടു. നല്ല ഭംഗിയുള്ള വീട്. എന്റെ 100 കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ്. അതെയല്ലേ, ഒന്നും ചെയ്യാതെ പാലക്കാട് ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതലുള്ള ഈ ഒരു മോഡൽ വീടുകളാണ്. എന്തായാലും നല്ല കാര്യമാണ് ഇങ്ങനത്തെ ഇപ്പോഴും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിലിരിക്കുന്നതിനൊരു രസമാണ്. അതെ, ഇത് ഇവിടെ ഇരിക്കുമ്പോൾ ആണെങ്കിൽ പോലും ഉച്ച സമയത്താണെങ്കിൽ പോലും ചൂട് അനുഭവപ്പെടുകയല്ല. ഇതനുസരിച്ച് കളങ്ങളാണ്, അധികം കളങ്ങളാണ്. അതിൽ തൊഴുത്ത്, ഇതിൽ കുളപ്പുരയാണ് ശരിക്കും. കുളപ്പുര അല്ലേ? കുളപ്പുര. പിന്നെ മറ്റേ നെല്ലറകൾ അപ്പുറത്തുണ്ടാവും. നെല്ലറ ഞങ്ങൾ പോയായിരുന്നു. നമ്മുടെ അവിടുത്തെ അത് കണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. എന്തായാലും കൃഷി എങ്ങനെ പോകുന്നു? കൃഷി ഓക്കെ, ഹാപ്പിയാണ്. വരുമാനം കുറവാണ് കൃഷിയിലെങ്കിലും എന്നാലും നമ്മുടെ മനസ്സിന് ഭയങ്കര ഹാപ്പിയാണ്. മനസ്സുകൊണ്ട് വളരെ ഹാപ്പിയാണ്. കാരണം രാവിലെ ഒരു 60ഓളം വെറൈറ്റി ബേർഡ്സ് ഉണ്ട് എനിക്ക് ചുറ്റും. പൂമ്പാറ്റകളുണ്ട്. അപ്പൊ അവരുടെ കൂടെയുള്ള ജീവിതമാണ് പ്രത്യേക സുഖമാണ്. ഇവിടെ പൂച്ചയും നായ്ക്കളെല്ലാം എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ കിടക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു ബ്രോ. പേരെങ്ങനെ? പേര് ഷാബു. ആ, കൊള്ളാം. നിങ്ങളാണ് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നേ? ഇതിപ്പോ നമ്മള് മുളക് പുരട്ടി വെച്ച സാധനം പോലെ മുളകും എല്ലാ സാധനവും ചെയ്യില്ലേ? മസാല, ഗരം മസാല, ഇഞ്ചി, പൂണ്ട്, നമ്മുടെ ഇഞ്ചി, പൂണ്ട്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്തരം സാധനങ്ങളൊക്കെ പുരട്ടി ഒരു 2-3 മണിക്ക് നമ്മൾ ഇപ്പൊ സമയത്ത് 7 ആയി 5 മണിക്കൂർ 6 മണിക്കൂർ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഓ ശരി. നമുക്കുള്ള ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാം. നമുക്ക് ഈ മറ്റേ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, കൽക്കരിയൊക്കെ ഉണ്ടെങ്കിൽ ചാർക്കോൾ കിട്ടും. നമ്മള് പിന്നെ അതിനൊരു സെറ്റപ്പ് അല്ല, സാധാരണ വിറകില ചെയ്യാം. അപ്പൊ കുറെ കാലം ഇങ്ങനെ ഗസ്റ്റുകൾ വരുമ്പോ ചെയ്യും. എന്തോ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നത്? ഇന്ന് ചട്ടി ചിക്കൻ, അല്ലെങ്കിൽ ഉപ്പും മുളകും ഇട്ട ചിക്കൻ. വളരെ എളുപ്പത്തിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഇതാണ്. നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. ഉപ്പ് ഞാൻ നേരത്തെ തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മുമ്പ് തേച്ച് വെച്ചാൽ വളരെ എളുപ്പമായി. ഒന്നുമില്ല, ഇതിനെ കണ്ടിച്ചിടുക പാത്രത്തിലേക്ക്. ചട്ടി ഇങ്ങനെ മൺചട്ടി വേണം. മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. മൺചട്ടിയിലാണ് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നത്. എനിക്കൊരു കാട്ടിൽ പോകുന്ന ഒരാൾ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്, ഇന്ത്യൻ പറഞ്ഞു തന്നാണ്. അപ്പോ എന്റെ ഏറ്റവും രുചികരമാണ്. ചിലർ കേട്ടോ, ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിക്കൻ വെറൈറ്റി ഈ സംഭവമാണ്. കാരണം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം, അതീവ രുചികരമാണ്. നന്നായി വെന്ത് കഴിഞ്ഞാൽ നല്ല അലുവ കഴിക്കുന്ന പോലെ അത്രയും ടേസ്റ്റ്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. നന്നായി പച്ചമുളക് നന്നായി. ഇത് കുറച്ച് മുളക് കുറച്ച് വൈകി വരാം. ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇട്ടിട്ടുണ്ടാവും. വളരെ ഇതായിട്ട് ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഇടാം. അത്യാവശ്യത്തിന് ഇടാം. മുളക് മാത്രം ഇപ്പൊ മുളകും ഉപ്പും ആയി കഴിഞ്ഞു. ഒരു കോഴിക്ക് 2 കിലോ ടൈപ്പ് കോഴിക്ക് ഒരു 8 മുതൽ 10 മുളകിടാം. കുറച്ച് വലിയ മുളക്. ഇനി വേറൊന്നുമില്ല, പണിയൊക്കെ കഴിഞ്ഞു. കൊണ്ടുപോവാം. നമ്മള് അടുപ്പിൽ വെക്കണം. തീ കത്തിക്കുന്നു. ചെറുതീ അതാണ് തീന്റെ. അത് ഒരു മീഡിയം ലെവലിൽ തീ കത്തിച്ചിട്ട് പണി കഴിഞ്ഞു. നമ്മള് ഒരു ഇടയ്ക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വന്ന് നോക്കാം. ഒരു 1-1.25 മണിക്കൂർ ചിക്കൻ റെഡി.
ഓഹോ, അടച്ചു വെക്കണേ. അടച്ചു വെക്കണം അല്ലെങ്കിൽ മൂടി വെക്കണം അല്ലേ? ഓക്കെ, കൊള്ളാം. ഇന്നത്തെ ഒരു പുതിയ സംഭവമാണ്, ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. അതായത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? കുറച്ച് നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ഇടാം. ഞാൻ ഉപ്പ് കുറവ്. അത് നല്ല ഉപ്പ് കുറവ് കഴിക്കുന്നതാണ് ശരീരത്തിന് നല്ലത്. നിങ്ങൾക്ക് കുഴപ്പമില്ല? ഇല്ല ഇല്ല, വേണമെന്നില്ല. ഇപ്പൊ അത്യാവശ്യത്തിന് ഇട്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കണ്ടായില്ല. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കലക്കി വിടണേ. കലക്കി വിടണം, തേച്ച് പിടിപ്പിക്കണം അല്ലേ? തേച്ച് പിടിക്കണം ഉള്ളിലൊക്കെ. വേറെ ഒന്നും ചെയ്യാനില്ല. വേറെ ഒന്നും ചെയ്യണ്ട. അത് അതിന് ഓട്ടോമാറ്റിക്കലി വെന്തോളും. വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് അടച്ചു മൂടി വെക്കാം. എന്നിട്ട് ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അല്ല ഒരു 45 മിനിറ്റ്സ് ഒരു ഏകദേശം ഒരു കരിയുന്ന പോലെയൊക്കെ വരും. പക്ഷെ കണക്കാക്കണ്ട. അങ്ങനെ കരിയുന്ന മണം വന്നു കഴിഞ്ഞാൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ചട്ടിന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി അല്ലേ? ഇത് കഴിയുമ്പോൾ നമുക്ക് കാണാം. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ ഷാബുനെ നമ്മളെ പരിചയപ്പെട്ടില്ല. ഷാബു എന്ത് ചെയ്യുന്നു ഇപ്പൊ? പി ജി ചെയ്യാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയില്. എവിടെയാണ്? കർണാടകയില്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? ഇപ്പൊ കുഴപ്പമില്ല, ഓൺലൈനിലാണ്. ഇവിടെ തന്നെയാണ്. അപ്പൊ അടിച്ചു പൊളിച്ച് ഇവിടെ നിൽക്കുന്നു. ഓക്കെ, കൊള്ളാം. അപ്പൊ ഇന്നിവിടെ കൂടുവാണല്ലേ? ഇന്ന് നമ്മളോട് കൂടുവാണ്, അടിച്ചു പൊളിക്കാം. ഓക്കെ ഓക്കെ. സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഷാബു. നമ്മള് മുമ്പേ വെച്ച ചട്ടിക്കോഴി അല്ലേ? ഏകദേശം 45 മിനിറ്റോളം ആയി. ആണോ? അല്ലേ? 45 മിനിറ്റ് ആയി കാണുമല്ലോ. ശരിയാ. ഞാൻ തുറന്നിട്ടില്ല. തുറക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് നോക്കാം അല്ലേ? ചൂടുണ്ടായിരിക്കും. ചൂടില്ലേ? അപ്പൊ ഒരു തുണി വെച്ച് ഉപയോഗിച്ചെടുത്തോ. ഒരു ചെറിയ കരിഞ്ഞ മണം വന്നിട്ടുണ്ട്. അതൊന്നും അത് കണക്കാക്കണ്ട. കാരണം സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓഹോ. അപ്പൊ നമുക്ക് തുണിക്ക് വരെ പേപ്പർ കിട്ടി. പതുക്കെ പൊക്കി നോക്കുമ്പോൾ ആദ്യം പോകുമ്പോ തന്നെ അതിന്റെ ഒരു എന്താ പറയാ അരോമ. അതെ സ്മെല്ല് വരുന്നുണ്ട്. അടിയിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാവുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടാന്നുള്ള അല്ലേ? വെറും ചെയ്യാനില്ല. അടി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അടി കഴിഞ്ഞാൽ ഒന്നും ആവില്ല. കഴിഞ്ഞു. ഓക്കെ. സ്മെല്ല് മുളകിന്റെ ആ ഒരു കുത്തലൊക്കെ. മുളകും ഇങ്ങനെ ആയിട്ടില്ല. നമ്മള് ആകുമ്പോ കുറച്ച് ഇങ്ങനെ എടുത്ത് വീശാൻ നല്ലതാണ്. എന്തൊക്കെ നമ്മൾ ചേർത്ത്? ഉപ്പും മുളകും മാത്രമേ ഉള്ളൂ. ഉപ്പും മുളകും പച്ചമുളക് ഒരു വെറൈറ്റി സംഭവം. എന്തായാലും ടേസ്റ്റ് നോക്കാം. കുറച്ചുകൂടെ വേണം അല്ലേ? ഇനി ഒരു 45 മിനിറ്റ്. ഇനി ഒരു 45 മിനിറ്റ്. അപ്പൊ ശരിക്കും ഇതൊരു തരം ചിക്കനാണ്. കുരുമുളക് ഇട്ട ചിക്കൻ. ഞങ്ങളുടെ പാലക്കാടൻ ഗ്രാമീണ വെക്കുന്ന സംഭവമാണ്. അതും ഒരു വെറൈറ്റിയാണ്. അതല്ലേ? ഓക്കെ. കുരുമുളക് കാശ്മീരി. അതായത് ഇപ്പൊ ചിക്കന്റെ ഒരു സംഭവമാണ് മുഴുവൻ. 3 വെറൈറ്റി സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഗ്രിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, നടക്കട്ടെ പരിപാടികള്. അവിടെ സംഭവങ്ങൾ ചെയ്യുന്നു, ഇവിടെ നമ്മുടെ സംഭവങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. 45 മിനിറ്റ് കഴിയും എന്ന് പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഉണ്ടോ? ഇത് പഴയ ഒരു വീടാണ് കേട്ടോ. ഉണ്ട്, അവിടെ ഒരു ചെറിയ റൂമുണ്ട്, പിന്നെ ഒരു ഹാള്, പിന്നെ നേരെ സിറ്റ് ഔട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും. പഴയ വീട്ടിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇക്കാ ഉഷാറല്ലേ? നമ്മുടെ ഗ്രിൽഡിൻ്റെ പരിപാടി എന്തായെന്ന് ചോദിച്ചു നോക്കാം. കുട്ടാ, എന്തായി കാര്യങ്ങളൊക്കെ? അരമണിക്കൂർ കൊണ്ട് ആവണമെന്ന് പറഞ്ഞപ്പോ ഭയങ്കര നല്ല തീയൊക്കെ ഇട്ട് പതുക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം 70% മുകളിലായി അല്ലേ? ഓക്കെ, കൊള്ളാം, അടിപൊളി. കാര്യങ്ങൾ ഉഷാറാകട്ടെ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അവിടെ അകത്തും സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നൊരു ചിക്കൻ്റെ മയമാണ്. ചിക്കൻ്റെ വെറൈറ്റി ഡിഷസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യട്ടെ. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. എന്തായി? ഏകദേശം നമ്മളിപ്പോ 1.5 മണിക്കൂറോളമായി. ഏകദേശം ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതല്ലേ? ഇനി നമുക്ക് മെല്ലെ അതിനെ തുറക്കാം. ഓക്കെ, ആയെന്ന് വിചാരിക്കണം. ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട് അല്ലേ? അടിപൊളി. അപ്പൊ നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ചെയ്തു. ഇതാണ് സംഭവം അല്ലേ? നോക്കട്ടെ. ചൂടുണ്ടേ? ഉപ്പുണ്ടോ? ഉപ്പുണ്ട്.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുറച്ചുകൂടി വേണോ? ഉപ്പ് മതിയാവും. വേണമെങ്കിൽ അല്ല, കുറച്ചുകൂടി വേണമെങ്കിൽ വെക്കാം. എനിക്ക് ആയിന്ന് തോന്നുന്നു. ഇല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല. ഇനി നമ്മൾ എടുക്കാൻ പോവാണ്. എടുക്കണം. എടുത്ത് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. കൊണ്ടുവരാം അല്ലേ? ആ, ഓക്കെ. ഓ, വരും. എടുത്തോ. ചിക്കനോട് കൂടി ഇതാണ് സംഭവം. സംഭവം ഇതാണ്. ആ, പോട്ടെ. സ്വാമി മുന്നിൽ പോകുന്നുണ്ട്. സന്തോഷമായിട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ടല്ലേ? ആനയിച്ചോണ്ട് പോവാ. വഴികാട്ടി. കൊള്ളാം കൊള്ളാം. അല്ലേ ബാബാ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി സംഭവം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ആ, അല്ല സാർ കുറെ നേരമായിട്ട് ചോദിച്ചോണ്ടിരിക്കും. എവിടെ? യെസ്, നമ്മുടെ ഇവിടെ സംഭവം കൊണ്ട് ടേബിൾ സെറ്റ് ചെയ്തു. നിങ്ങൾ കാണാത്ത ഒരു പുതിയ ശൈലി, ഇതാണ് ചിക്കൻ. ചട്ടി ചിക്കൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. പുതിയ സംഭവം ചട്ടി ചിക്കൻ. കണ്ടില്ലെങ്കിൽ ഞങ്ങൾ കാണാം, കഴിച്ചില്ലെങ്കിൽ കഴിക്കാം. അതീവ രുചികരമാണ്. ചില ആൾക്കാർ കേട്ടോ, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സന്തോഷമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? അത് ഇക്ക ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനുണ്ട്. ഉപ്പ് കുറവുണ്ടോ? ഇല്ലില്ല, ഉപ്പൊക്കെ കറക്റ്റാ. ഞാൻ നോക്കി. ഉപ്പും മുളകുമാണ് സംഭവം അടിപൊളിയല്ലേ? അതാണ് അല്ലേ? ഉഷാറല്ലേ? വെറൈറ്റി സംഭവം. ആ, വെറൈറ്റി സാധനം കേട്ടോ. ചട്ടി ചിക്കൻ, മുളക് ചിക്കൻ, എന്ത് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. പ്രാദേശികമായി നിങ്ങൾക്ക് വേറെന്തെങ്കിലും പേര് വിളിക്കുകയാണെങ്കിൽ അതും വിളിക്കാം അല്ലേ? ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് പേറ്റന്റ് തരേണ്ട ആവശ്യമില്ല. ഒരു പരാതി ഒരു പരാതി നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. സന്തോഷമായിട്ട് നോക്കാം. മാറ്റിക്കോ. എല്ലാവരും എങ്ങനെയുണ്ട്? സന്തോഷമായിട്ടുണ്ട്. അഭിപ്രായം കേൾക്കട്ടെ. സംഭവം പൊളിയല്ലേ? ആ, അതാണ് അടിപൊളിയാണ്. ഇനി അടുത്ത സാധനം അനിൽ സാറോട് നോക്കാണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. ആ, സവോളയും കുക്കുംബറൊക്കെ അരിഞ്ഞല്ലേ അടിപൊളിയായിട്ട്. എല്ലാവരും നോക്കാം. നേരത്തെ കഴിച്ചിട്ടുണ്ട്. ആ, പിന്നെ പറയേണ്ട കാര്യമില്ല. എന്നാലും ഒന്നുകൂടെ പറ, ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് പറ. കഴിച്ചിട്ട് നന്നായിട്ടുണ്ട്. ആ, അടിപൊളി. എല്ലാം റെഡിയല്ലേ? ഇവിടെ ഗ്രിൽഡിന്റെ പരിപാടി എന്തായി? ഗ്രിൽഡ് ഓക്കെ. ഗ്രിൽഡ് ഓക്കെ. ജ്യൂസി ഉണ്ട്. ഓഹോ, ഒരുപാട് വേവുമ്പോ എന്താ അറിയോ, ഡ്രൈ ആവും. പിന്നെ ടേസ്റ്റ് കഴിക്കാം. ഓക്കെ. ഇതാണ് കറക്റ്റ് വേവാ അല്ലേ? ആ, അതും വളരെ നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് നമ്മൾ 5 മണിക്കൂർ മസാല ഇട്ടിട്ടുണ്ട്. ഓ, അപ്പൊ അതിന്റെ ഒരു ഗുണം തീർച്ചയായും കഴിക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നാവില് ഓക്കെ, രസമുകുളങ്ങൾ വളരട്ടെ. ഓക്കെ ഓക്കെ. എടുത്തു, എല്ലാവരും എടുത്തു. 3 തരം ചിക്കൻ ഉണ്ടല്ലേ? ആ, ഇന്ന് ചിക്കന്റെ ഒരു വെറൈറ്റി 3 ഡിഷുകളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പരിപാടി കഴിഞ്ഞല്ലോ അല്ലേ? കഴിച്ചേക്കാം കഴിച്ചേക്കാം. വൈകിക്കണ്ട. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി, എല്ലാം സെറ്റായി, എല്ലാവരും കഴിച്ചു പതുക്കെ തുടങ്ങി. എല്ലാവരും ഇതേ ഫുഡ് കഴിച്ചു തുടങ്ങി. സാറേ ഉഷാറല്ലേ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവിടെ സന്തോഷേട്ടൻ അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പരിസമാപ്തി ഫുഡിലാണ്. ഈ ഒരു ഫീസ്റ്റില് നമ്മൾ ഇത്ര ദിവസം യാത്ര ചെയ്തെങ്കിലും നമ്മൾ ഫുള്ള് യാത്രകളായിരുന്നു. പക്ഷെ ഭക്ഷണം ഇന്നാണ് നമ്മൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം ഫുഡ് കഴിക്കാൻ പറ്റിയതല്ലേ? ടേസ്റ്റ് ആയിട്ട് നല്ല സുഖം. തണുപ്പുണ്ടായിരുന്നു. ഇന്നലെ ഉറങ്ങിയല്ലേ? നന്നായിട്ട് ഉറങ്ങി. അടിപൊളിയായിരുന്നു ഇന്നലെ ഉറക്കമൊക്കെ. യെസ്. ഇക്ക ഫുഡ് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഞാനിവിടെ അളിയൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് സൂപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പോൾ എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ ഞാനും കഴിക്കണം. ഇനിയിപ്പോൾ ഇവരോടൊപ്പം ഇരുന്ന് പതുക്കെ കഴിക്കാം. കഴിച്ചതിന് ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.
അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. സക്കീർ ഭായി അടിപൊളിയായിട്ടതെല്ലാം നമുക്ക് ചെയ്തു തന്നു. ഞങ്ങള് രാത്രി കഥ പറയാൻ തുടങ്ങുകയായി. ഇനിയിപ്പോ സക്കീർ ഭായിയുടെ കഥകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ എനിക്ക് കേൾക്കണം. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇന്ന് നമ്മള് വൈകിട്ട് അല്ലെ കുളി അടിപൊളിയായിരുന്നു. പാലക്കാട് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലെ, ഒരു പ്രകൃതിയുമായിട്ട് അല്ലെ ഇണങ്ങി അങ്ങ് ചേരുകയായിരുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും നമ്മള് വയനാടിന്ന് നമ്മള് പെട്ടെന്ന് യാത്ര ഇപ്രാവശ്യം നമ്മൾ വളരെ ലക്ഷർലി ആയിട്ട് സീതാർകുണ്ടിൽ നമുക്ക് കുളിക്കാൻ പറ്റി. അതാണ് അവിടെ വെച്ച് കുളിക്കാൻ പറ്റി. നല്ലൊരു വൈബായിരുന്നു. ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഈ രാവിലെ ഇപ്പം പാടത്ത് പോയിട്ടാണെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം ഒരു നാട്ടിൻപുറത്തെ കാഴ്ചകളും അവരുടെ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ പോയത്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല കാഴ്ചകളും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സാറ് പറഞ്ഞാല് നല്ലൊരു കുളി പാസ്സാക്കാൻ പറ്റി. ആ ഒരു സമയത്ത് നല്ല തണുപ്പും അല്ലെ, വനത്തിന് നടുവിലൊരു കുളി. അപ്പൊ പുലിയൊക്കെ പേടിച്ച്. അതെ. ഇന്നത്തെ അനുഭവങ്ങൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഒരുപാട് നേരമായി നമ്മൾ ഇവർക്കൊക്കെ ഇനി വീട്ടിലേക്ക് പോകണം. നമുക്കിനി കിടന്നുറങ്ങണം. രാവിലെ നമുക്ക് അടുത്ത യാത്ര ആരംഭിക്കണം. നാളത്തെ യാത്രയെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അല്ലെ, വേറെ ഒന്നും വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. നമുക്ക് പുതിയ വീഡിയോയിൽ അടിപൊളി കാഴ്ചകളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ഇവർക്കും ബൈ.